Hey guys, this is Charlie Bob. Welcome back to another vlog. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പുറത്ത് നല്ല മഴ നടക്കുകയാണ്. ഞാൻ ഇപ്പൊ മഴ മാറിയിട്ട് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച ഇന്നൊന്നും നടക്കൂല. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് എല്ലാവരും തമ്മിൽ കണ്ടു കാണും. ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉള്ള കുറച്ച് സബ്ജക്ട്സിനെ പറ്റി സംസാരിക്കാനാണ്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ സബ്ജക്ട്സിന്റെ കാര്യം അറിയുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കണം ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്. ഇപ്പം പലർക്കും ഒരു ധാരണയുണ്ട് ഫ്യൂച്ചർ സ്കോപ്പ് ഇപ്പം CS-നാണ് നല്ല ജോലി കിട്ടുക, പ്ലേസ്മെന്റ്സ് കൂടുതലുള്ളത്. അപ്പൊ CS-ലാണ് നമ്മളുടെ ഫ്യൂച്ചർ സ്കോപ്പ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിടെക് CS എടുത്തേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ പല കുട്ടികളും കമന്റ് ഇടുന്നു, ചേച്ചി ബിടെക് CS-ലല്ലേ സ്കോപ്പ് കൂടുതൽ, അപ്പൊ ഞാൻ CS വിത്ത് AI ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ലതാണോ, സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുവാണെങ്കിൽ നല്ലതാണോ, അങ്ങനെയൊക്കെ ചോദിച്ച് കുറെ കമന്റ്സും ഇൻസ്റ്റയിൽ പോലും കുറെ പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ അറിയണം എന്താണ് ഫ്യൂച്ചർ സ്കോപ്പ് എന്നുള്ളത്. ഇപ്പൊ നമ്മളുടെ ഫ്യൂച്ചർ സ്കോപ്പ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. അതെങ്ങനാന്ന് വെച്ചാല് ഇപ്പോ ഞാൻ +1 +2 പഠിക്കുന്ന ടൈമിൽ എനിക്കും നിങ്ങളുടെ ഇതേ മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. CS-ന് നല്ല ഇപ്പൊ ഞാൻ +1 പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുമ്പം CS-ലായിരിക്കും കുറച്ചും കൂടെ സ്കോപ്പ് ഉള്ളത്. ടെക്നോളജി ഓരോ വർഷം ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ട് CS-ൽ നല്ല ജോലി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാനും അന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഈ ബിടെക് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളുടെ ഫ്യൂച്ചർ സ്കോപ്പ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്ട് വേണം നമ്മളെടുത്ത് പഠിക്കാൻ. നമ്മൾ ആ റിലേറ്റഡ് സബ്ജക്റ്റിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ സ്കോപ്പ് അതിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ബയോ സയൻസ് എടുത്തു, എന്നിട്ട് നിങ്ങൾ CS ഫ്യൂച്ചർ സ്കോപ്പ് വെച്ചിട്ട് നിങ്ങൾ CS എടുക്കുന്നതിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് CS എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്കോപ്പ് അതിൽ തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നൊരു കാര്യം, ഇപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു മെന്റാലിറ്റി വരാനുള്ള കാരണം മേ ബി നമ്മളുടെ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം. ഇപ്പൊ എല്ലാവരും നമ്മളുടെ അടുത്ത് തന്നെ പറയുന്നുള്ളൂ CS പഠിച്ചാൽ മതി, നല്ല ജോലി കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താ ഞാൻ പറയാം. CS-നാണ് സ്കോപ്പ് കൂടുതൽ എന്ന് എല്ലാവരും പറയാനുള്ള ഒരു കാരണം, നമ്മള് ഇപ്പം ഞാൻ തന്നെ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്ലേസ്മെന്റിന് കൂടുതൽ പ്ലേസ്മെന്റ്സ് വരുന്നത് CS-നാണ്. അതായത് CS നമുക്കിപ്പോ അറിയാം, സോഫ്റ്റ്വെയർ കമ്പനീസിന്റെ എണ്ണം കൂടുതലാണ്, IT സെക്ടർ എണ്ണം കൂടുതലാണ് പൊതുവെ ആസ് കമ്പയർഡ് ടു ബാക്കി നമ്മൾ ബ്രാഞ്ചസ് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസിൽ വരുന്ന പ്ലേസ്മെന്റ്സിന്റെ എണ്ണവും ഈ CS-ന് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് പ്ലേസ്മെന്റ്സിന്റെ എണ്ണം വെച്ചിട്ടാണ് എല്ലാവരും CS-നാണ് സ്കോപ്പ് കൂടുതൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ EC പഠിച്ചു, EC-യിൽ ഞങ്ങളുടെ ക്യാമ്പസിൽ വരുന്ന എണ്ണം CS-നെക്കാളിലും കുറവായിരുന്നു. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ CS-നെക്കാളിലും കുറവായിരുന്നു. പക്ഷെ സാലറി പാക്കേജ് നോക്കുമ്പോൾ അത്യാവശ്യം സാലറി ഉണ്ട്. അപ്പം EC-ക്ക് തന്നെ കുറെ സ്പെസിഫിക് ഫീൽഡ്സ് ഉണ്ട്, VLSI, എംബഡഡ് സിസ്റ്റം ഡിസൈനിങ്, ചിപ്പ് ഡിസൈനിങ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഫീൽഡിൽ പോകുമ്പോഴാണ് നമ്മളുടെ ഫ്യൂച്ചർ സ്കോപ്പ് അതിലിരിക്കുന്നത്. എൻ്റെ അടുത്ത് കുറെ പേര് സൈബർ സെക്യൂരിറ്റി, AI, മെഷീൻ ലേണിംഗ് അങ്ങനത്തെ കോഴ്സൊക്കെ ഇപ്പൊ പഠിക്കും. കാരണം ഇങ്ങനത്തെ വേർഡൊക്കെ നമുക്കറിയാം. നമുക്കിപ്പോ ഭയങ്കര ഇപ്പം AI-യുടെ ലോകമാണ്. ഇപ്പം AI അങ്ങനത്തെ ML അങ്ങനത്തെ വാക്കൊക്കെ നമ്മളെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറെ പേര് വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോ അത് പഠിക്കുവാണെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന്. പക്ഷെ ഞാൻ നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഞാൻ AI ഒന്നും പഠിച്ചിട്ടില്ല, അപ്പം പഠിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാക്കത്തുള്ളൂ നമുക്ക് ആ ഒരു സ്പെസിഫിക് ഫീൽഡിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇതിന്റെയൊക്കെ ഒരു ആകെ വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര സ്പെസിഫിക് കോഴ്സുകളാണ്. AI, മെഷീൻ ലേണിംഗ്, IoT. അപ്പം ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, കേരളത്തിലാണെങ്കിലും പല എഞ്ചിനീയറിംഗ് കോളേജസിലും ബിടെക് AI ഒന്നും ഇല്ല, അതൊന്നും വന്നിട്ടില്ല, അഡ്വാൻസ്ഡ് ആയിട്ടില്ല അത്രയും കോളേജസ്. അപ്പം അങ്ങനെ നമ്മൾ AI എടുക്കുമ്പോൾ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, നമ്മളുടെ ക്യാമ്പസിൽ പൊതുവെ വരുന്ന കുറച്ച് കമ്പനീസ് ഉണ്ടല്ലോ, പ്ലേസ്മെന്റിലൊക്കെ വരുന്ന കുറച്ച് കമ്പനീസ്, അത് EC, CS, ട്രിപ്പിളി, സിവിൽ, മെക്ക് അങ്ങനത്തെ ബ്രാഞ്ചസ് ആണ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നത്. അപ്പൊ കൂടുതലും പ്ലേസ്മെന്റ്സ് കൂടുതൽ വരുന്നത് ആ കമ്പനിക്കായിരിക്കും. അപ്പം AI മാത്രം എടുത്തൊരു കുട്ടി ഇങ്ങനെ വിചാരിക്കും, നമുക്ക് ഇതുവരെ ഒരു കമ്പനിയുടെ പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ, ഒരു കമ്പനി വരുന്ന പോലും ഇല്ലല്ലോ നമ്മൾ വിചാരിച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്ക് തോന്നും ഇതൊരു ഫ്യൂച്ചർ സ്കോപ്പ് ഇല്ലാത്ത സബ്ജക്ട് ആണ് എന്ന്. പക്ഷെ അത് വരാത്തതിന്റെ കാരണം എന്താണ്, AI-യും മെഷീൻ ലേണിംഗും ഒക്കെ ഉള്ള കമ്പനീസിന്റെ എണ്ണം ഭയങ്കര കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ക്യാമ്പസിൽ അത് വരാത്തത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, അതായത്
നിങ്ങളുടെ ക്യാമ്പസ് വിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിച്ചാലും നിങ്ങൾ വേറൊരു സ്ഥലത്ത് ജോലി കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് ഉള്ള ജോലി കിട്ടും. അപ്പൊ അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം പ്ലേസ്മെന്റിന്റെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ഇതൊരു സ്കോപ്പ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് മാത്രമാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ സ്പെസിഫിക് കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്കിപ്പം ക്യാമ്പസിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇപ്പം ഇത് രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന കോഴ്സസ് ഉണ്ടല്ലോ, CS വിത്ത് AI, CS വിത്ത് മെഷീൻ ലേണിംഗ്, അങ്ങനെയൊക്കെ വരുന്ന എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, മൈനർ എടുക്കുന്ന സമയത്ത് ഇപ്പം ഈസിയിൽ എടുക്കുന്ന ഞാൻ CS-ന്റെ ഒരു മൈനർ ബാസ്ക്കറ്റ് ചൂസ് ചെയ്ത് എനിക്ക് ആ മൈനർ കിട്ടുവാണെങ്കിൽ അതെനിക്കൊരു അഡ്വാൻറ്റേജാ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്പെസിഫിക് കോഴ്സ് സെലക്ട് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആകെ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ക്യാമ്പസിൽ നിന്നുള്ള പ്ലേസ്മെന്റ് കുറവായിരിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു സീനും ഇല്ല നിങ്ങളൊരു സ്പെസിഫിക് കോഴ്സ് പഠിക്കുന്നതിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ സൈബർ സെക്യൂരിറ്റി നിങ്ങൾ പഠിച്ചു, സൈബർ സെക്യൂരിറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ തന്നെ ജോലിക്കും പോകാൻ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിച്ചു, ഞാനിപ്പോ സൈബർ സെക്യൂരിറ്റി പഠിച്ചിട്ട് ജസ്റ്റ് ഒരു IT കമ്പനിയിൽ വെറുതെ എന്തെങ്കിലും ഒരു കോഴ്സ്, വെറുതെ ഒരു ഫീൽഡ് കയറാനാണെങ്കിൽ എനിക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, BTech IT എടുത്താൽ മതിയായിരുന്നല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ സ്പെസിഫിക് കോഴ്സ് എടുക്കുമ്പോൾ അതിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബിൽ പോകാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഫ്യൂച്ചർ സ്കോപ്പ് എന്നുള്ള ടേം വെച്ചിട്ട് അനലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.